ഈ നിൽക്കുന്ന ആളെയാട്ടോ, ഈ നിൽക്കുന്ന ആളെയാണ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാനഡയിലിരുന്ന് കേരളത്തിലെ ഏതാണ്ട് 20ഓളം വരുന്ന സോളാർ കമ്പനികളെ കോൺടാക്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ ഏറ്റവും ബെസ്റ്റ് സ്പെസിഫിക്കേഷനിൽ വിത്ത് ആഫ്റ്റർ സർവീസോടുകൂടി നമുക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് തന്ന് നമ്മുടെ ഈ ടെക്സോ ഉദയൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് സോളാർ വെച്ചതിന് ശേഷം നമ്മുടെ ഇലക്ട്രിസിറ്റി ചാർജ് ഒത്തിരി കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം ഒരു 2 മാസം മുന്നേ KSEB അഡീഷണൽ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞൊരു വലിയ തുക നമ്മുടെ അടുത്ത് ചോദിച്ചെന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഉദയൻ ചേട്ടൻ നമ്മുടെ ആഫ്റ്റർ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഫ്രീ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഉദയൻ ചേട്ടനുമായിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഉദയൻ ചേട്ടൻ പറഞ്ഞു, നിലവിൽ സോളാർ വെച്ചിട്ടുള്ളവർക്കും ഇനി സോളാർ വെക്കാൻ പോകുന്നവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഉപകാരപ്പെടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് വരുവാണെങ്കിൽ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി സോളാർ വെക്കാൻ പോകുന്നവരും സോളാർ വെച്ചിട്ടുള്ളവരും ഇതൊന്ന് ശ്രദ്ധിച്ചോ, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഉദയൻ ചേട്ടനെ പരിചയപ്പെടാം. അപ്പോൾ ഉദയൻ ചേട്ടോ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും വരും. ഓക്കെ. അപ്പോൾ ഉദയൻ ചേട്ടാ, നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് ഒരു കസ്റ്റമറിന് ഓൺ ഗ്രിഡ് എടുക്കുന്നതാണോ ഓഫ് ഗ്രിഡ് എടുക്കുന്നതാണോ അതോ ഹൈബ്രിഡ് എടുക്കുന്നതായിരിക്കും നല്ലത്? അതുപോലെ നമ്മുടെ വ്യൂവേഴ്സിൽ ഇതേപ്പറ്റി തീരെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ഓൺ ഗ്രിഡ് എന്താ, ഓഫ് ഗ്രിഡ് എന്താ, ഹൈബ്രിഡ് എന്താ, ഇതോടെ ഒന്ന് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? ഓഫ് ഗ്രിഡ് ഇപ്പോൾ ഔട്ടായൊരു മോഡലാണ്. ഓൺ ഗ്രിഡും ഹൈബ്രിഡും മാത്രമാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് വേണം എന്ന് ചോദിക്കുന്നിടത്ത് ഓൺ ഗ്രിഡ് നമുക്ക് ഫുള്ളായിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിനെ മാത്രം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു മോഡലാണ്. അതിനകത്ത് ബാക്കപ്പ് സൊല്യൂഷൻ ഒന്നുമില്ല. ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ബാക്കപ്പും ഉണ്ട്. നമുക്ക് ഓൺ ഗ്രിഡായിട്ട് വർക്ക് ചെയ്യുന്ന മോഡലാണ് വരുന്നത്, ഹൈബ്രിഡിൽ വരുന്നത്. ഓൺ ഗ്രിഡും ഹൈബ്രിഡും ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് വരുന്നത്. ഇനി വരും കാലങ്ങളിലേക്ക് ഹൈബ്രിഡിനാണ് കൂടുതൽ പോസിബിലിറ്റീസ് കൂടുതലുള്ളത്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഈ ഓൺ ഗ്രിഡിന്റെയും ഓഫ് ഗ്രിഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. അതായത് ഇപ്പോൾ KSEB കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, ശരിയല്ലേ? തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദയൻ ചേട്ടാ, നമുക്ക് പ്രോഡക്ട്സ് പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഒരു സംശയം, നമ്മുടെ ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് 3 ഫേസ് കണക്ഷൻ വേണമെന്നുള്ളത്. അതേപറ്റി എന്താ പറയാനുള്ളത്? നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് 5 കിലോ വാട്ട് വരെ സിംഗിൾ ഫേസിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു EV ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ 3 ഫേസ് കണക്ഷൻ അനിവാര്യമാണ്. കാരണം EVയുടെ ചാർജിങ് എല്ലാം 3 ഫേസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നമ്മൾ സോളാറും 3 ഫേസിൽ തന്നെ ചെയ്യുന്നതാണ് ഉചിതമായിട്ടിരിക്കുന്നത്. കാരണം വോൾട്ടേജ് അൺബാലൻസും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ നല്ലത് 3 ഫേസിൽ തന്നെ സോളാർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കിത് പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് പുതിയതല്ല, നേരത്തെ ഉള്ളതാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ ഇത് കൂടുതലായിട്ട് ചെയ്തു തുടങ്ങിയതാണ്. ട്രഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്ന ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന് പകരം ഇതൊരു മൈക്രോ ഇൻവെർട്ടർ സംവിധാനമാണ്. പിന്നെ നോർമൽ നമ്മൾ മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മൈക്രോ ഇൻവെർട്ടർ സംവിധാനം പോലെയല്ല, ഇത് വളരെ ചിലവ് ചുരുങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് ടൈപ്പാണ് നമ്മുടെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു സിംഗിൾ ഇൻവെർട്ടറാണ് വരുന്നത്. ഒരുപാട് പാനൽസിന് വേണ്ടി ഒരു സിംഗിൾ ഇൻവെർട്ടറാണ് വരുന്നത്. ഇത് ഒരു ഡ്യുവൽ പാനൽസ്, 2 പാനലിന് വെച്ചിട്ട് ഓരോ ഇൻവെർട്ടറാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പാനൽ കണക്ട് ചെയ്യുന്നു, അടുത്തൊരു പാനലിലൂടെ കണക്ട് ചെയ്യുന്നു. ട്രഡീഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രിംഗ് ഇൻവെർട്ടറാണ്. ഇപ്പോൾ ഒരുപാട് പാനൽസ് ഉണ്ടെങ്കിലും എല്ലാ പാനൽസിനും കൂടിയിട്ട് ഒരു ഇൻവെർട്ടറേ വരുന്നുള്ളൂ. സാധാരണ ഒരു സ്ട്രിംഗ് ഇൻവെർട്ടർ ചെയ്യുന്നൊരു ചിലവ് ഇതിനും കോസ്റ്റ്ലി വരുന്നുള്ളൂ. ഇതിൻ്റെ തന്നെ ഒരു മോഡൽ കൂടെ നമുക്ക് വരുന്നുണ്ട്. അതായത് ബഡ്ജറ്റിൽ വലിയ മാറ്റമില്ലാതെ തന്നെ നമുക്ക് മൈക്രോ ഇൻവെർട്ടർ സിസ്റ്റം വെക്കാം, അല്ലേ? അപ്പോൾ ഒരു കസ്റ്റമറിന് ഇതുകൊണ്ട് എക്സ്ട്രാ വരുന്ന പ്രയോജനം എന്താണ്? ഇത് കുറച്ചുകൂടെ പ്രൊഡക്ഷൻ വൈസ് കൂടുതലായിരിക്കും. കാരണം മരങ്ങളുടെ ഷെയ്ഡ് വരുന്നത്, ബിൽഡിങ്ങിന്റെ ഷെയ്ഡ് വരുന്നതൊന്നും പാനലിനെ ബാധിക്കാതെ കൂടുതൽ പ്രൊഡക്ഷൻ നമുക്ക് നൽകും. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ പാനലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇത് 1000 വാട്ടിൻ്റെയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു ഇൻവെർട്ടറിൽ 2 പാനൽ കണക്ട് ചെയ്യാനുള്ള പ്രൊഫഷനാണുള്ളത്. അപ്പോൾ നമുക്ക് 670 വാട്ട് വരെയുള്ള പാനൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ സോളാർ പാനലിന്റെ അടിയിൽ തന്നെയാണ് നമുക്ക് ഫിക്സ് ചെയ്യുന്നത്. നമ്മൾ ഈ സോളാർ പാനലിന്റെ അടിയിൽ ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇത് ചൂടേറ്റ് ഡാമേജ് വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലല്ലേ? അത് ഒരിക്കലും ഇല്ല. കാരണം ഇത് IP67 റേറ്റിംഗിലുള്ള പ്രൊഡക്റ്റ് ആണ്. 12 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള പ്രൊഡക്റ്റുമാണ്. ഇതിന്റെ തന്നെ മറ്റൊരു മോഡലുകളാണ് വരുന്നത്. ഇത് നമുക്ക് മറ്റൊരു മോഡലാണ്, സെയിം തന്നെ ബ്രാൻഡിന് സെയിം മറ്റൊരു മോഡലാണ് വരുന്നത്. OIMILS എന്ന് പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. ഇത് ഇച്ചിരി ചെറുതാലോ ഇച്ചിരി വലുതാലോ, അതിന്റെ വ്യത്യാസം? സെയിം കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇൻബിൽഡ് വൈഫൈ ആയിട്ട് വരുന്ന മോഡലാണ്. ഇത് നമുക്ക് എക്സ്റ്റേണൽ വൈഫൈ ഡിവൈസ് ഉള്ള മോഡലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെറസിന്റെ മുകളിലാണ് ഫിക്സ് ചെയ്യുന്നതുകൊണ്ട് വൈഫൈ സിഗ്നൽ ടെറസിന്റെ മുകളിൽ കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ മോഡൽ കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനുള്ള കാര്യങ്ങളൊന്നും വ്യത്യാസം വരുന്നില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഭാവിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഉദയൻ ചേട്ടാ, ഒരുപാട് പേര് ഈ 3 കിലോ വാട്ടിന്റെ സോളാർ സിസ്റ്റം ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. നമുക്കൊരു EV ഒക്കെ എടുക്കാൻ നേരത്ത് പിന്നീട് ഒരു 5 കിലോ വാട്ട് ഒക്കെ ആക്കണം എന്ന് ആഗ്രഹം തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊരു പരിഹാരമാണോ ഈ ഒരു മൈക്രോ ഇൻവെർട്ടർ? തീർച്ചയായിട്ടും 3 കിലോ വാട്ട് ചെയ്ത ഒരു വ്യക്തിക്ക് 5 കിലോ വാട്ടായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ സിസ്റ്റം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ്. ഇത് നമുക്ക് 2 കിലോ വാട്ട് സിസ്റ്റം ആഡ് ചെയ്തുകൊണ്ട് 2000 വാട്ട് പാനലും ആഡ് ചെയ്ത് 5 കിലോ വാട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഒരു യൂണിറ്റ് ടെറസിന്റെ മുകളിലാണ്, അതായത് പാനലിന്റെ കീഴെയാണ് നമ്മൾ വെക്കുന്നത് കൊണ്ട് താഴെ വരുന്ന നോർമൽ സ്ട്രിംഗ് ഇൻവെർട്ടേഴ്സ് ചെയ്യുമ്പോൾ വരുന്ന മോഡലുകളിലുള്ള ഡിവൈസുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ആകെ ഒരു എനർജി മീറ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ.
അതുപോലെ ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത നമ്മളിനി പറയാത്തതുകൊണ്ട് മുൻപ് ചോദിച്ചതുപോലെ ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കേസ് പറഞ്ഞിരുന്നു. ഈ യൂണിറ്റ് നമ്മൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിന് ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിൻ്റെ ആഡ് ഓൺ ഡിവൈസ് നമുക്ക് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ഹൈബ്രിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോഡക്ട്സ് എല്ലാം പരിചയപ്പെട്ടു. ഇനി അപ്പോൾ ഉദയൻ ചേട്ടാ, നമ്മൾ ഇനിയിപ്പോൾ സോളാർ വെക്കാൻ പോകുന്ന ആളുകൾക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉദയൻ ചേട്ടന് കൊടുക്കാനുള്ളത്? നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് 2027 മാർച്ച് 31 PM സൂര്യഘർ എന്ന് പറയുന്ന സബ്സിഡി പ്രോഗ്രാം നിർത്തലാക്കുകയാണ്. അപ്പോൾ സോളാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള പ്ലാൻ നോക്കുക. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫോർമർ കപ്പാസിറ്റിയും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് പരിഗണനയിൽ വെക്കുക. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും സോളാർ വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വെണ്ടറിനെ തപ്പുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഉദയൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ഉദയൻ ചേട്ടൻ്റെ നമ്പർ നമ്മളിവിടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദയൻ ചേട്ടാ, നമ്മുടെ ഓഫീസ് വരുന്നത് എവിടെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഓഫീസ് വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടിയിലാണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.